ഏവർക്കും PSC എഡ്യൂക്കേഷൻ ആസ്പിറേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്. അത് ടെക്നോളജി എന്നുള്ള ഭാഗം. ടെക്നോളജി എന്നുള്ള ഭാഗത്തെ വിദൂര സംവേദനം, അതുമായി ബന്ധപ്പെട്ട ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ടെക്നോളജീസിനെ കുറിച്ചൊക്കെ തന്നെ ഞാൻ ഇതിനു മുൻപ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്കായി താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഇന്ന് അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സ്പേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ISRO, DRDO തുടങ്ങിയ ഇന്ത്യൻ സ്ഥാപനങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യം പഠിക്കുന്നുണ്ടാവുക. SCRT പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമായിരിക്കും. എങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, ആദ്യമായി ബഹിരാകാശത്തെത്തിയ മനുഷ്യൻ ആരാണ്? ആദ്യമായി ബഹിരാകാശത്തെത്തിയ മനുഷ്യനാണ് യൂറി ഗഗാറിൻ, അല്ലേ? നിങ്ങൾക്കറിയാം 1961 ഏപ്രിൽ 12 ഇദ്ദേഹം ബഹിരാകാശത്ത് ആദ്യമായി എത്തിയ മനുഷ്യനായിട്ട് മാറിയത്, അല്ലെ? 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ ഏത് വാഹനത്തിലാണ് സഞ്ചരിച്ചത്? വോസ്റ്റോക്ക് 1. ഏത് വാഹനത്തിലാണ്? വോസ്റ്റോക്ക് 1 എന്ന വാഹനത്തിലാണ് ഇദ്ദേഹം സഞ്ചരിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസ് ആണ്, ഇത് പഠിച്ചു വെക്കാം. അപ്പൊ ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യനാണ് യൂറി ഗഗാറിൻ. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ്, USSR ആണ്. അതുപോലെ തന്നെ 1961 ഏപ്രിൽ 12 ഇദ്ദേഹം ആദ്യമായിട്ട് എത്തിച്ചേർന്നത്. ഇദ്ദേഹം പോയ വാഹനത്തിന്റെ പേര് വോസ്റ്റോക്ക് 1. ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് പഠിക്കണം, അല്ലെ? 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1. സോവിയറ്റ് യൂണിയന്റെ, റഷ്യയുടെ തന്നെയാണ്. സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. ഇത് വികസിപ്പിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്, റഷ്യയാണ്. വർഷം 1957 ഒക്ടോബർ 4. 1957 ഒക്ടോബർ 4 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ലോകത്തെ കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. ഏത് രാജ്യത്തിൻ്റെതാണ്? USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റേതാണ്. 1957 ഒക്ടോബർ 4 ഈ പറഞ്ഞ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. ഇനി പഠിച്ചു വെക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ വാരം. അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ. അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഏതു വർഷം? 1951 ഒക്ടോബർ 10. മറക്കല്ലേ, അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്ന വർഷം 1959 ഒക്ടോബർ 10. ഓക്കെ, അന്താരാഷ്ട്ര ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ. സമാധാന ഉടമ്പടി 59 ഒക്ടോബർ 10. ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത, ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യൻ യൂറി ഗഗാറിൻ അല്ലെങ്കിൽ ആദ്യ പുരുഷൻ എന്ന് ചോദിച്ചാലും അദ്ദേഹം തന്നെയാണ്, അല്ലെ? എന്നാൽ ആദ്യ വനിത കൂടി പഠിച്ചു വെക്കാം. വാലന്റീന തെരഷ്കോവ. 1963 വാലന്റീന തെരഷ്കോവ ഇത്തരത്തിൽ എത്തിച്ചേരുന്നത്. ഏത് രാജ്യക്കാരിയാണ് വാലന്റീന തെരഷ്കോവ? റഷ്യ തന്നെയാണ്, സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. പഠിച്ചു വെക്കുക. ഫസ്റ്റ് വനിത വാലന്റീന തെരഷ്കോവ 1963 റഷ്യക്കാരിയാണ്. ഓക്കെ, ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി. ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവിയാണ് ലൈക്ക എന്ന നായ. ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവിയാണ് ലൈക്ക എന്ന നായ. വർഷം 1957. എവിടത്തുകാരിയാണ് ഈ പറഞ്ഞ ലൈക്ക എന്ന നായ? റഷ്യക്കാരിയാണ്, അല്ലെ? അപ്പൊ ഓർത്തു വെക്കുക, 1957 ലൈക്ക. ഓക്കെ, ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ലൈക്ക എന്ന നായ. ഇനി
ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ഏതു വർഷം? 1984. ഏത് വർഷമാണ്? 1984. ഏത് വാഹനത്തിലാണെന്ന് ചോദിച്ചാൽ സോയൂസ് T11. മറക്കാതെ പഠിച്ചു വെക്കണേ. സോയൂസ് T11 എന്ന വാഹനത്തിലാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരന് ബഹിരാകാശത്തെത്തുന്നത്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 1984. വാഹനം സോയൂസ് T11. ഇനി ഇദ്ദേഹം ലോകത്തിലെ തന്നെ 138ാമത്തെ വ്യക്തിയാണ്. ഇത്തരത്തില് ബഹിരാകാശത്തെത്തുന്ന 138ാമത്തെ വ്യക്തിയാണ് ആര്? രാകേഷ് ശർമ്മ. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോ ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യൻ അല്ലെങ്കിൽ ആദ്യ പുരുഷൻ എന്ന് ചോദിച്ചാൽ യൂറി ഗഗാറിൻ. ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 1984 സോയൂസ് T11 എന്ന വാഹനത്തിൽ ലോകത്തിലെ തന്നെ 138ാമത്തെ വ്യക്തിയാണ് രാകേഷ് ശർമ്മ. ഓക്കെ. ഇനി ചില ബഹിരാകാശ സഞ്ചാരികളുടെ അല്ലെങ്കിൽ ഇപ്പൊ ചില രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഒരു നാമം പറയുന്നുണ്ട്, ഓരോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കുറച്ചൊന്ന് പഠിച്ചു വെക്കാം. അറിയാമായിരിക്കും കുറച്ചൊക്കെ നിങ്ങൾക്ക്. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമേരിക്കയുടെ ബഹിരാകാശ സഞ്ചാരികളെ അറിയപ്പെടുന്ന പേരാണ് ആസ്ട്രോനട്ട്. അമേരിക്കയുടെ ബഹിരാകാശ സഞ്ചാരികളെ അറിയപ്പെടുന്ന പേരെന്താണ്? ആസ്ട്രോനട്ട്. അതുപോലെ തന്നെ കോസ്മോനട്ട് എവിടുത്തുകാരെയാണ്? റഷ്യ ആണ്. റഷ്യക്കാരുടെ സഞ്ചാരികളെ എങ്ങനെ അറിയപ്പെടുന്നു? ബഹിരാകാശ സഞ്ചാരികളെ എങ്ങനെ അറിയപ്പെടുന്നത്? കോസ്മോനട്ട് എന്നറിയപ്പെടുന്നു. ചൈനയുടെ ആണെങ്കിലോ തൈക്കോനട്ട്. ചൈന തൈക്കോനട്ട്. അടുത്തത് സ്പേഷ്യോനട്ട്. ഫ്രാൻസ്. ഫ്രാൻസുകാരുടെ ബഹിരാകാശ സഞ്ചാരികളെ എങ്ങനെ അറിയപ്പെടുന്നത്? സ്പേഷ്യോനട്ട് എന്ന് അറിയപ്പെടുന്നു. അടുത്തത് മലേഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ അറിയപ്പെടുന്ന പേരാണ് അങ്കാസാവൻ. അത് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് അല്ലെ. മലേഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ എങ്ങനെ അറിയപ്പെടുന്നത്? അങ്കാസാവൻ. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികളെ വൈമാനികരെ എങ്ങനെ അല്ലെങ്കിൽ ബഹിരാകാശ സഞ്ചാരികളെ എങ്ങനെ അറിയപ്പെടുന്നത്? വൈമാനട്ട്. എങ്ങനെ അറിയപ്പെടുന്നത്? വൈമാനട്ട്. അപ്പൊ ഒന്നുകൂടി പറയാം. അമേരിക്കയുടെ ബഹിരാകാശ സഞ്ചാരികളാണ് ആസ്ട്രോനട്ട്, റഷ്യയുടേത് കോസ്മോനട്ട്, ചൈനയുടേത് തൈക്കോനട്ട്, ഫ്രാൻസിന്റേത് സ്പേഷ്യോനട്ട്, മലേഷ്യയുടേത് അങ്കാസാവൻ, ഇന്ത്യയുടേത് വൈമാനട്ട്. ക്ലിയർ അല്ലേ? അടുത്തത് ഇന്ത്യൻ വംശജയായ ആദ്യ വനിത. ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ കൽപ്പന ചൗള. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. അപ്പൊ ബഹിരാകാശത്തെത്തിയ ആദ്യ പുരുഷനാരായിരുന്നു അല്ലെങ്കിൽ ആദ്യ ഇന്ത്യക്കാരനാരായിരുന്നു? രാകേഷ് ശർമ്മയായിരുന്നു അല്ലെ. എന്നാൽ ആദ്യ ഇന്ത്യൻ വംശജയായ വനിത എന്ന് ചോദിച്ചാല് കൽപ്പന ചൗളയാണ്. ആദ്യമായിട്ട് എത്തിച്ചേർന്നത് 1997. എന്നാൽ ഈ പറഞ്ഞ കൽപ്പന ചൗള നമുക്കറിയാം ഒരു സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരിക്കുന്നുണ്ട് അല്ലെ. 2ാമത്തെ യാത്രയിൽ മരിക്കുന്നുണ്ട്. അപ്പൊ കൽപ്പന ചൗളയാണ് ആദ്യമായിട്ട് എത്തിയ വനിത. മുഴുവൻ പ്രപഞ്ചവും എന്റെ നാട്. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ കൽപ്പന ചൗളയുടെ വാക്കുകളാണ്. മുഴുവൻ പ്രപഞ്ചവും എന്റെ നാട് കൽപ്പന ചൗളയുടെ വാക്കുകളാണ്. ഇത്തരത്തിൽ 2ാമത്തെ യാത്രയില് 2003 ഫെബ്രുവരി 1 2ാമത്തെ യാത്രയില് 2003 ഫെബ്രുവരി 1 കൊളംബിയ സ്പേസ് ഷട്ടിൽ ഉണ്ടായ അപകടത്തിൽ അവരെന്ത് ചെയ്തു? മരിച്ചുപോയി അല്ലെ, അന്തരിച്ചു. ഓർത്ത് വെക്കുക. ആദ്യം കൽപ്പന ചൗളയാണ് ആദ്യത്തെ ഇന്ത്യൻ വനിതയാകുന്നത്. 1997 പോകുന്നത് ആദ്യം. 2ാമത്തെ യാത്രയിലാണ് 2003 ഫെബ്രുവരി 1 കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്നത്. ആ അപകടത്തിലാണ് ഇവർ മരണപ്പെട്ടത്. മുഴുവൻ പ്രപഞ്ചവും എന്റെ നാട് എന്ന് പറഞ്ഞത് കൽപ്പന ചൗളയാണ്. അതുപോലെ തന്നെ ഇവരുടെ സ്മരണാർത്ഥം ഒരു ഉപഗ്രഹത്തിന് പേര് മാറ്റം നൽകിയിട്ടുണ്ട്. അതായത് കാലാവസ്ഥാ പഠനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് എന്നറിയപ്പെടുന്നത്. കാലാവസ്ഥാ പഠനത്തിനായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മെറ്റ്സാറ്റ് എന്ന പേരിലായിരുന്നു. 2002 മെറ്റ്സാറ്റ് വന്നത്. കാലാവസ്ഥാ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ എല്ലാം തന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ മെറ്റ്സാറ്റ് 2002 വിക്ഷേപിച്ചത്. അപ്പോൾ ഈ കൽപ്പന ചൗളയുടെ
മരണാർത്ഥം അവരുടെ എന്താ പറയുക ആദരസൂചകമായിട്ട് അതിന്റെ പേര് മാറ്റം നടത്തി. മെറ്റ്സാറ്റ് 1 പേര് മാറ്റിയിട്ട് എങ്ങനെയാക്കി മാറ്റി? കൽപ്പന 1 എന്നാക്കി മാറ്റി. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് ഉപഗ്രഹത്തിന്റെ പേരാണ് കൽപ്പന ചൗളയുടെ ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് പേര് മാറ്റം നടത്തിയെന്ന് ചോദിച്ചാൽ മെറ്റ്സാറ്റ് 1-ന്റേതാണ്. ഓക്കെ, ഓർത്ത് വെക്കണേ അത്രയും ഭാഗം. അപ്പോൾ ഇന്ത്യൻ വംശജയായ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള. ഇന്ത്യൻ വനിതയാണ്. 1997 മുഴുവൻ പ്രപഞ്ചവും എന്റെ നാടെന്ന് പറഞ്ഞത് കൽപ്പന ചൗളയാണ്. സെക്കൻഡ് യാത്രയായ 2003 ഫെബ്രുവരി 1 കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരണപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമായ മെറ്റ്സാറ്റ് 1 മെറ്റ്സാറ്റിന്റെ പേര് മാറ്റി കൽപ്പന 1 എന്നാക്കി മാറ്റുകയുണ്ടായി. ഇനി രണ്ടാമത്തെ ഇന്ത്യക്കാരിയായ വനിത അല്ലെ രണ്ടാമത്തെ ഇന്ത്യൻ വംശജയായ വനിതയെന്നോ അല്ലെങ്കിൽ ബഹിരാകാശത്ത് മാരത്തോൺ നടത്തിയ വനിതയെന്നോ അല്ലെങ്കിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിതയെന്നോ അല്ലെങ്കിൽ ബഹിരാകാശത്ത് നടന്ന വനിതയെന്നോ ഇങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ വനിത, ബഹിരാകാശത്ത് മാരത്തോൺ നടത്തിയ വനിത, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത, അതുപോലെ തന്നെ കൂടുതൽ നടന്ന വനിത. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ, സുനിത വില്യംസ്. ആരാണ്? സുനിത വില്യംസ്. രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയായ ഇന്ത്യൻ വനിതയായ സുനിത വില്യംസ് ആണ്. ഇത്രയും വിശേഷണങ്ങൾ ഇത് പലരും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും വിശേഷണങ്ങൾക്ക് ഉടമയായ സുനിത വില്യംസ്. ഫസ്റ്റ് കൽപ്പന ചൗള, സെക്കൻഡ് സുനിത വില്യംസ്. എന്തൊക്കെയായിരുന്നു? സെക്കൻഡ് വിമൺ ആണ്. മാരത്തോൺ നടത്തി, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. മാരത്തോൺ നടത്തണമെങ്കിൽ കൂടുതൽ സമയം വേണമല്ലോ. പിന്നെ ഈ പറഞ്ഞ കൂടുതൽ സമയം നടന്നു. ഈ റെക്കോർഡിനൊക്കെ ഉടമയെന്ന് പറയുന്നത് സുനിത വില്യംസ് ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് കുറച്ച് സ്പേസ് ഏജൻസീസിന്റെ പേര് നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഏത് രാജ്യത്തിന്റെയൊക്കെ സ്പേസ് ഏജൻസീസ് എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് പഠിച്ചു വെക്കാം. അമേരിക്കയുടെ സ്പേസ് ഏജൻസീസിനെ അറിയപ്പെടുന്ന പേരാണ് നാസ. അമേരിക്കയുടെ സ്പേസ് ഏജൻസിയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നാസ. എന്താണ് നാസയുടെ ഫുൾ ഫോം? അതുകൂടി ഒന്ന് പഠിച്ചു വെക്കാം. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനെയാണ് നാസ എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണം. കാരണം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് നാസ ആയതുകൊണ്ട് അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം. എല്ലാത്തിനെയും പഠിച്ചു വെച്ചാൽ നല്ലതാണ്. പക്ഷെ നമുക്ക് എല്ലാം കൂടെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം നാസയുടെയും നമ്മുടെ ഇന്ത്യയുടെയും മാത്രം പഠിച്ചു വെക്കാം. അപ്പോൾ നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് ഏജൻസീസ് ആണ് നാസ. ഇത് അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ്. നെക്സ്റ്റ് റഷ്യയുടേത് റോസ് കോസ്മോസ്. റഷ്യയുടെ ആർ വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. റോസ് കോസ്മോസ്. റഷ്യയുടെ സ്പേസ് ഏജൻസിയുടെ പേരെന്താണ്? റോസ് കോസ്മോസ്. അടുത്തത് യൂറോപ്യൻ യൂണിയന്റെ സ്പേസ് ഏജൻസിയുടെ പേരാണ് ഈസ. യൂറോപ്യൻ യൂണിയന്റെ സ്പേസ് ഏജൻസിയുടെ പേരെന്താണ്? ഈസ. യൂറോപ്യന്റെ ഇ എന്നുള്ളത് എടുത്തേക്കുന്നു. അങ്ങനെ ഓർത്താൽ യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് എന്നാണ് ഫുൾ ഫോം. ഓക്കെ, യൂറോപ്യൻ യൂണിയന്റെ സ്പേസ് ഏജൻസിയുടെ പേരാണ് ഈസ. നെക്സ്റ്റ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ ആണെങ്കിൽ CNES. ഫ്രാൻസിന്റെ സ്പേസ് ഏജൻസി CNES. അടുത്തത് ജപ്പാന്റെ സ്പേസ് ഏജൻസിയാണ് ജാക്സ. ജപ്പാൻ ജാക്സ. ജർമ്മനി DLR. ഇത് കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. ജർമ്മനി DLR. അതുപോലെ ഫ്രാൻസിന്റെ CNES ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അപ്പൊ ഫ്രാൻസ് CNES ആണ്. ജർമ്മനി DLR ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാവർക്കും അറിയാലോ ISR അല്ലെ. അതുപോലെ ചൈന CNSA. ചൈന. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോയത്. ഫ്രാൻസിൻ്റെത് CNES ഉം അതുപോലെ ചൈനയുടേത് CNSA-യുമാണ്. ഇത് രണ്ടും മറന്നു പോയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിംഗ് ആയിട്ട് വരാം. അപ്പൊ ഫ്രാൻസിന്റേത് CNES, ചൈനയുടേത് CNSA. ഇറ്റലി ASI. ASI. ഇറ്റലി ASI. ഇറാൻ തിരിച്ചിട്ടാ മതി. ആ ASI എഴുതിയേക്കുന്നത് തിരിച്ചിട്ടാ മതി. ഈസ. ഇറാൻ ഈസ. ISA. ഇത് രണ്ടും എളുപ്പമുണ്ട്. ഇറ്റലി ഇറാനും പഠിക്കാൻ എളുപ്പമുണ്ട്. ഇറ്റലി ASI ആണെങ്കിൽ ഇറാന്റെ എന്താണ്? ISA. അത് തിരിച്ചിടുക. ഈസ. നെക്സ്റ്റ് UK. അതും കണ്ടാൽ എളുപ്പം പിടികിട്ടും. UKSA. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ആണ് UKSA. പാകിസ്ഥാന്റെ ആണെങ്കിലോ സുപ്പാർക്കോ. പാകിസ്ഥാന്റെ എന്താണ്? സുപ്പാർക്കോ.
ഓക്കെ, ഒന്നുകൂടി പറയാം. അമേരിക്ക നാസ, റഷ്യ റോസ്കോസ്മോസ്, യൂറോപ്യൻ യൂണിയൻ ഈസ, ഫ്രാൻസ് CNES, ജപ്പാൻ ജാക്സ, ജർമ്മനി DLR, ഇന്ത്യ ISRO, ചൈന CNSA, ഇറ്റലി ASI, ഇറാൻ ഈസ ISA, UK യുക്സ, UKSA, പാകിസ്ഥാൻ സുപ്പാർകോ. ഇനി ഫേസ്ബുക്ക് ഇന്റർനെറ്റ് സാറ്റലൈറ്റ് വിക്ഷേപിച്ചു 2019. അതിന്റെ പേര് കറണ്ട് അഫയർ ചോദ്യമായിട്ട് ചോദിക്കാം. ഫേസ്ബുക്ക് വിക്ഷേപിച്ച അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ഫസ്റ്റ് ഇന്റർനെറ്റ് സാറ്റലൈറ്റിന്റെ പേരാണ് അഥീന. ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ 2019. അപ്പൊ ഫേസ്ബുക്ക് വിക്ഷേപിച്ച ഇന്റർനെറ്റ് സാറ്റലൈറ്റ് ആണ് അഥീന. അഥീന 2019 മറക്കരുത്. ഇനി നമുക്ക് മറ്റു ചില പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചു വെക്കാം. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, ഇൻകോസ്പാർ. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നോ ഇൻകോസ്പാർ എന്നോ എക്സാമിന് ചോദിക്കാം. അപ്പൊ ഇൻകോസ്പാർ നിലവിൽ വന്ന വർഷം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് നിലവിൽ വന്ന വർഷം 1962 ഇത് വന്നത്. ഇത് ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട്, സ്പേസിൽ പ്രോഗ്രാംസ് ഒക്കെ ബഹിരാകാശ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, ഇൻകോസ്പാർ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. അതുപോലെ തന്നെ സ്പേസ് കമ്മീഷൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും സ്പേസ് കമ്മീഷനും വന്നത് ഒരേ വർഷം തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും സ്പേസ് കമ്മീഷനും വന്നത് 1972. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, സ്പേസ് കമ്മീഷൻ എന്നിവ വന്നത് ഏത് വർഷമാണ്? 1972. എന്നാൽ ഇൻകോസ്പാർ വന്നത് ഏത് വർഷം? 1962, 10 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും അതുപോലെ സ്പേസ് കമ്മീഷനും നിലവിൽ വരുന്നത് 1972. ഇനിയാണ് നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്പേസ് ഏജൻസിയായ, ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയായ ഇസ്രോ അല്ലെങ്കിൽ ISROയെ കുറിച്ച് പഠിക്കേണ്ടത് അല്ലെ. എന്താണ് ഇസ്രോയുടെ ഫുൾ ഫോം? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും പഠിച്ചു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന ISRO നിലവിൽ വരുന്നത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. അത് വെച്ച് പഠിച്ചു വെക്കുക ഡേറ്റ്. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ് ഭവൻ, ബാംഗ്ലൂർ. അപ്പോൾ ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ് ഭവൻ. അത് ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രസന്റ് ചെയർമാൻ ആരാണെന്നതും പഠിച്ചു വെക്കുക. ആരാണ്? K. ശിവൻ ആണ് അല്ലെ ഇതിന്റെ പ്രസന്റ് ചെയർമാൻ. ISROയുടെ പ്രസന്റ് ചെയർമാൻ ആണ് K. ശിവൻ. ഇനി 2018 രാജ്ഭാഷാ കീർത്തി പുരസ്കാരം ലഭിച്ച കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം എന്ന് ചോദിച്ചാലും ISROയാണ്. 2018 രാജ്ഭാഷാ കീർത്തി പുരസ്കാരം ലഭിച്ച കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് ISRO. ക്ലിയർ അല്ലേ? പ്രസന്റ് ചെയർമാൻ K. ശിവൻ. ഇനി ISRO ചാരക്കേസില് കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരു ISRO ശാസ്ത്രജ്ഞന്റെ പേരൊക്കെ നമ്മളിപ്പോഴും തന്നെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചാൽ നല്ല അറിയാവുന്നതായിരിക്കും. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് അത് കുറ്റവിമുക്തനാക്കിയ ISRO മുൻകാല ശാസ്ത്രജ്ഞനായിരുന്ന വ്യക്തിയായിരുന്നു നമ്പി നാരായണൻ. ആരാണ്? നമ്പി നാരായണൻ. ISRO ചാരക്കേസ് അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മകഥ കൂടി പഠിച്ചു വെക്കുക. ഓർബിറ്റ് ഓഫ് മെമ്മറീസ്. എന്താണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ? ഓർബിറ്റ് ഓഫ് മെമ്മറീസ്. അപ്പോ ISRO സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ISRO സാറ്റലൈറ്റ് സെന്ററിനെ ഐസക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ISRO സാറ്റലൈറ്റ് സെന്റർ ഐസക് 1972 സ്ഥാപിച്ചത്. ബാംഗ്ലൂരാണ് ആസ്ഥാനം. അപ്പൊ ISROയുടെ സാറ്റലൈറ്റ് സെന്റർ 1972 സ്ഥാപിച്ചത്. എവിടെയാണ് ആസ്ഥാനം? ബാംഗ്ലൂരാണ് ആസ്ഥാനം. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വിങ് ISROയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വാണിജ്യപരമായ കാര്യങ്ങൾ, വ്യാപാരങ്ങൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ISROയുടെ വാണിജ്യ സ്ഥാപനമാണ്
ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഇത് സ്ഥാപിച്ചത് 1992 സെപ്റ്റംബർ 28-നാണ്. 1992 സെപ്റ്റംബർ 28-നാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം ഇവിടെ തന്നെയാ, ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ISRO സാറ്റലൈറ്റ് സെന്ററിന്റെയും ISROയുടെ സെന്ററും ISROയുടെ സാറ്റലൈറ്റ് സെന്ററും കൊമേഴ്ഷ്യൽ വിങ് ആയിട്ടുള്ള ആൻഡ്രിക്സ് കോർപ്പറേഷനും ഒക്കെ തന്നെ ബാംഗ്ലൂരാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇനി പഠിച്ചു വെക്കേണ്ടത്, അപ്പോൾ നമ്മുടെ ISROയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി പറയാം. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ കൂടെ പഠിച്ചു വെക്കണേ. 1969 ഓഗസ്റ്റ് 15 ആസ്ഥാന മന്ദിരം അന്തരീക്ഷ് ഭവൻ എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. പ്രസിഡന്റ് ചെയർമാൻ K. ശിവനാണ്. 2018 രാജ്ഭാഷ കീർത്തി പുരസ്കാരം ലഭിച്ച കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് ISRO. ISRO ചാര കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ISRO ശാസ്ത്രജ്ഞനാണ് നമ്പി നാരായൺ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർബിറ്റ് ഓഫ് മെമ്മറീസ്. അതുപോലെ തന്നെ ISROയുടെ സാറ്റലൈറ്റ് സെന്ററിന്റെ പേര് ഐസക് എന്നാണ്. ഇത് 1972 ബാംഗ്ലൂർ സ്ഥാപിതമായി. ഇതിന്റെ കൊമേഴ്ഷ്യൽ വിങ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. 1992 സെപ്റ്റംബർ 28 ബാംഗ്ലൂരാണ് ആസ്ഥാനം. അതുപോലെ തന്നെ ഇനി നമുക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ISROയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ ഇനി ISROയുമായി ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങളെ കുറിച്ചും ചാന്ദ്രയാനെ കുറിച്ചും ഒക്കെ തന്നെ നമുക്ക് ഇനി പഠിക്കണം. സ്ക്രാംജെറ്റ് കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ ISROയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എല്ലാവർക്കും അറിയാം, തുമ്പയാണ് അല്ലെ. തുമ്പ ടേൾസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ടേൾസ് തുമ്പ ഇക്വേറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ചിലപ്പോൾ ടേൾസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പരീക്ഷയ്ക്ക് തരുന്നുണ്ടാവും, അപ്പം തെറ്റിപ്പോകരുത്. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം തുമ്പയാണ്. ചിലപ്പോൾ ടേൾസ് സ്ഥാപിതമായത് എന്നു ചോദിക്കും. ടേൾസ് എന്താണ്? തുമ്പ ഇക്വേറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ടേൾസ് തുമ്പ ഇക്വേറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആണ് ടേൾസ് എന്നറിയപ്പെടുന്നത്. 1962 സ്ഥാപിതമായത്. ഇനി ഇവിടെ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക് അപ്പാച്ചെ അല്ലെ. ഇവിടെ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ആണ് നൈക് അപ്പാച്ചെ. നൈക് അപ്പാച്ചെ എന്നാണ് വിക്ഷേപിച്ചത്? 1963 നവംബർ 21. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു സൈക്കിളിലൊക്കെ റോക്കറ്റ് ഒക്കെ കെട്ടി വെച്ചുകൊണ്ട് പോകുന്ന ഒരു പിക്ചറൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ തുമ്പയാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ടേൾസ് എന്നറിയപ്പെടുന്നു. സ്ഥാപിതമായത് 1962 അതുപോലെ ഇവിടെ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ആണ് നൈക് അപ്പാച്ചെ. 1963 നവംബർ 21 കേട്ടോ. ആ ഡേറ്റ് കൂടി ഓർത്തു വെക്കണേ, നവംബർ 21. ഇനി ഇത്തരത്തിൽ ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റോക്കറ്റ് വിക്ഷേപിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിച്ചത് 2013 നവംബർ 21. അപ്പൊ 50 വർഷങ്ങൾ തികച്ചു. അപ്പൊ 2013 നവംബർ 21 50 വർഷങ്ങൾ തികച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് റോക്കറ്റ് കൂടി വിക്ഷേപിച്ചു. അതിന്റെ പേര് RH-200 എന്നാണ്. എന്താണ് പേര്? RH-200. അതായത് തുമ്പ ഇക്വേറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ഇത് ഇവിടെ നിന്നും ആദ്യത്തെ റോക്കറ്റ് ആയ നൈക് അപ്പാച്ചെ 1963 നവംബർ 21 വിക്ഷേപിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ അതിന്റെ 50 വർഷങ്ങൾ തികച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് വിക്ഷേപിച്ച റോക്കറ്റ് ആണ് RH-200. ഇത് 2013 സെപ്റ്റംബർ 21. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ, ആദ്യം ബഹിരാകാശത്ത് പോയ ആൾക്കാരെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട സ്പേസ് ഏജൻസീസും അതുപോലെ തന്നെ ബഹിരാകാശ സഞ്ചാരികളുടെ പേരുകളും പിന്നെ ISRO മറ്റുള്ള പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളെ കുറിച്ചുമാണ് പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്, പഠിച്ചു വെക്കുക. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നിങ്ങൾ തുടർന്ന് ഈ ക്ലാസ്സുകൾ കാണുന്നതിലേക്കായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതൽ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അത് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമന്റിലൂടെ. ഇന്നത്തേക്ക് പോകുന്നു. നന്ദി.